ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്രം സീരിയലിലെ നാളത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഇഷ്ടമാത്രം സീരിയൽ നമ്മൾ നാളെ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ആദ്യയുടെ അടുത്തേക്ക് ചിപ്പി വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കേണ്ട ആദ്യേട്ടൻ ആകെ വിഷമിച്ചിരിക്കുകയാണല്ലോ ആദ്യേട്ടാ, എന്തു പറ്റി ആദ്യേട്ടാ, എന്താ പ്രശ്നം, ചിപ്പിയുടെ അടുത്ത് പറ എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നുണ്ട്, ഞാൻ പറയാം, പക്ഷെ നീ ഈ കാര്യം ആരോടും പറയരുത്. എന്താ ആദ്യേട്ടാ, എന്താണെങ്കിലും പറഞ്ഞോ. അത് ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഡാഡി റൂമിലേക്ക് വന്നിരുന്നു. ആണോ? എന്നിട്ട് ഡാഡി എന്നോട് എനിക്ക് കുഞ്ഞാവടുത്ത് ഇഷ്ടക്കുറവാണോ, ചിപ്പിയെടുത്തുള്ള പോലത്തെ ഇഷ്ടം കുഞ്ഞാവടുത്തില്ലേ, അതിനെ കാരണം ഇഷിതയുടെ കുഞ്ഞായത് കൊണ്ടിട്ടാണോ എന്നൊക്കെ ചോദിച്ചു. അതെന്താ ഡാഡി അങ്ങനെ ചോദിച്ചത്? അത് എനിക്ക് തോന്നണ എല്ലാത്തിനും കാരണക്കാരൻ ആകാശങ്ങളാ. അയാൾ ഡാഡിനെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണുമായിരിക്കും, അതായിരിക്കും. ആകാശങ്ങൾ എന്തിനും പറഞ്ഞെങ്കിലും ഡാഡി അങ്ങനെ ചോദിക്കാവോ ആദ്യേട്ടനോട്? ആദ്യേട്ടനെ കുഞ്ഞാവന് എത്രമാത്രം ഇഷ്ടമാണെന്ന് ഡാഡിക്ക് ഇഷ്ടം നമുക്ക് അറിയാവുന്നതല്ലേ. നീ ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട. എന്നാലും അങ്ങനെ ഒരിക്കലും ചോദിക്കാൻ പാടില്ലായിരുന്നു ആദ്യേട്ടാ. ഞാൻ കുഞ്ഞാവന് ഇഷ്ടപ്പെടുന്ന എത്രയാണോ അതിനേക്കാളും ഇരട്ടി ആദ്യേട്ടൻ കുഞ്ഞാവന് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യേട്ടന്റെ സ്നേഹത്തിന് അവരങ്ങനെ പറഞ്ഞത് ഒട്ടും ശരിയായില്ല എന്ന് ചിപ്പി പറയണ. നീ വിഷമിക്കേണ്ട മോളെ, ആദ്യേട്ടന് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. എനിക്ക് അയാളൊന്ന് കാണാൻ പോണം. ആരെ? ആകാശ് എന്ന് പറഞ്ഞ ആ അലവലാദിനെ, അയാളെ കണ്ട് രണ്ട് വർത്താനം എനിക്ക് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്ന് പോയിട്ട് അടുക്കളയിലേക്ക് പോയിട്ട് വെള്ളം കുടിക്കാൻ. അപ്പൊ അവിടെ മഞ്ജുമയുണ്ട്. മഞ്ജുമ ചോദിക്കണ്ട, ഇതാരാ ആദ്യോ? നിനക്ക് കിട്ടേണ്ടതൊക്കെ വയറു നിറച്ച് കിട്ടിയല്ലേ? സ്വന്തം അമ്മേനെ വേണ്ടെന്ന് വെച്ച് വന്നവനല്ലേടാ നീ. രണ്ടാനമ്മേനെ മതിന്ന് വേണ്ട. എടാ, രണ്ടാനമ്മമാര് ഇങ്ങനെ തന്നെയാടാ. സ്വന്തം അമ്മേനെ പോലെ ഒരിക്കലും രണ്ടാനമ്മക്ക് ആവാൻ സാധിക്കില്ല. കാരണം എന്നറിയാവോ, സ്വന്തം അമ്മക്ക് മാത്രമേ പ്രസവ വേദന, നീ പ്രസവിച്ചപ്പോഴുള്ള വേദനയും നീ വയറ്റി കിടന്നുള്ള സംഭവങ്ങളൊക്കെ അറിയാവുന്ന സ്വന്തം അമ്മക്കാണ്. അതൊരിക്കലും പെറ്റമ്മേനെ പോലെ വളർത്തമ്മക്ക് പറ്റില്ലടാ. നിനക്ക് എന്തായിരുന്നു, രചനയെക്കാളും വലുത് ഇഷിതയാണ്, ഇഷിതാമ അങ്ങനെയാണ്, ഇഷിതാമ ദൈവമാണ്, ഇഷിതാമ അതാണ്, പുണ്യാളത്തിയാണ്. എന്നിട്ടേക്ക് ഇപ്പൊ എന്തായടാ? കണ്ടില്ലേ അവളുടെ കുഞ്ഞപ്പോഴേക്കും അവളുടെ മാറ്റം കണ്ടില്ലേ? ഇന്നലെ നിന്റെ അടുത്തേ മഹേഷ് ചോദിച്ചൊക്കെ ഞാൻ കേട്ടു. നീ ചിപ്പിടുത്ത് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ഞാനിത് നേരത്തെ പ്രതീക്ഷിച്ചതാണ്. ഇനി ഇതല്ല, ഇതിനപ്പുറവും സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് മഞ്ജുമ അവിടുന്ന് പോവാട്ടോ. ശേഷം മഞ്ജുമ രചനനെ ഫോൺ വിളിക്കുന്നുണ്ട്. ഹലോ രചന, ഇന്നലെ ഇവിടെ ഒരു സംഭവം ഉണ്ടായി. സംഭവം? എന്ത് സംഭവം? ആദ്യം ഇന്നലെ ഉറങ്ങിക്കിടക്കുന്ന സമയത്തെ മഹേഷ് റൂമിലേക്ക് വന്നിരുന്നു. എന്നിട്ട് ആദ്യത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. ആദിക്ക് അത് വല്ലാത്ത വിഷമമായി. വേറൊന്നുമല്ല, കുഞ്ഞുവാവെടുത്ത് ആദിക്ക് ഇഷ്ടമല്ലല്ലോ എന്ന രീതിയിലൊക്കെ മഹേഷ് സംസാരിച്ചു എന്ന് തോന്നണു. അതവനെ വല്ലാതെ വിഷമുണ്ടാക്കിയിട്ടുണ്ട്. രാവിലെ തന്നെ അവനത് ചിപ്പിയെടുത്ത് പറയണത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടു. രചന, ഇങ്ങനെ പോവാണെങ്കിൽ മിക്കവാറും നിന്റെ മക്കള് നിന്റെ അടുത്ത് തന്നെ എത്തും. സത്യമാണോ നീ പറയണത്? അതേന്നെ, നിന്റെ മക്കൾ രണ്ടുപേരും ബാൽക്കണി നിന്ന് സംസാരിക്കണത് ഞാൻ കേട്ടതാണ്. നീ ഇപ്പോ ആദ്യം ചിപ്പിനൊന്നും വിളിക്കാൻ നിൽക്കരുത്. ഇത് ചൂട് പിടിച്ച് വരട്ടെ, ഇനി പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ പോകുന്നേ ഉള്ളൂ. ഈ എരുതിയിലെ ഞാൻ എണ്ണവാരി ഇട്ടോളാം എന്ന് മഞ്ജിമയും പറയുന്നുണ്ട്. രചന സന്തോഷത്തോടു കൂടി തന്നെ ആകാശിന്റെ അടുത്തേക്ക് പോവാണ്. ആകാശിന്റെ പ്ലാനൊക്കെ വർക്കൗട്ട് ആവുന്നുണ്ടെന്നാ തോന്നുന്നത്. അതെന്താ രചന നീ അങ്ങനെ പറഞ്ഞത്? അല്ല, ഇന്നലെ മഹേഷ് ആദ്യടുത്ത് ചോദിച്ചു പോലും, കുഞ്ഞുവാവടുത്ത് ഇഷ്ടമില്ലേ, കുഞ്ഞുവാവടുത്ത് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോന്നൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചു അല്ലേ? അപ്പൊ ഞാൻ ഇഷിതേനെ വിളിച്ചത് വെറുതെ ആയില്ല. ആകാശ് ഇഷിതേനെ വിളിച്ചു. ഇഷിതനെ വിളിച്ച് ഞാൻ ഇന്നലെ സംസാരിക്കേണ്ട രീതിയിലൊക്കെ സംസാരിച്ചു. ആദിക്ക് ചില മാനസിക പ്രശ്നം ഉണ്ടെന്നും അതുപോലെ തന്നെ ആ കുഞ്ഞിനെ അവൻ വേറെ രീതിയിൽ കാണുമെന്നും ആ കുഞ്ഞിനെ അവനെ ഉപദ്രവിക്കുമെന്നൊക്കെ പറഞ്ഞു. അവളത് കേട്ടപ്പോൾ പൊട്ടിത്തെറിച്ച് ഫോം വെച്ചെങ്കിലും എനിക്ക് ഉറപ്പായിരുന്നു അവൾക്ക് മാനസിക പ്രശ്നം ഉണ്ടാകുമെന്ന്. കാരണം പ്രസവത്തിന് മുമ്പേ ഡിപ്രഷനിൽ പോയ പെണ്ണാണ് ഈഷിത. അവ പ്രസവം കഴിഞ്ഞാലുള്ള ഡിപ്രഷൻ നിനക്ക് ആലോചിക്കാലോ. അതുകൊണ്ട് എന്തായാലും ഇനി നാം വിചാരിച്ച പോലെ തന്നെ നടക്കും. മിക്കവാറും ഇന്നല്ലെങ്കിൽ നാളെ ഇവിടേക്ക് തന്നെ വരും, നീ നോക്കിക്കോ എന്നൊക്കെ പറയാണ്. രചനക്കും ഭയങ്കര സന്തോഷമാവുന്നു കേട്ടോ. അതിനുശേഷം എന്നുണ്ടെങ്കിൽ ആകാശിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുവാണ്. ആകാശിനെ പിടിച്ച് ഷർട്ടിനെ കുത്തനെ പിടിച്ച് സംസാരിക്കുന്നുണ്ടോ. താനാണ് എല്ലാത്തിനും കാരണം. താൻ ഇന്നലെ ഡാഡിനെ വിളിച്ച് എന്ത് വൃത്തികേടാണോ പറഞ്ഞത്? ഞാൻ നിന്റെ ഡാഡിനെ വിളിച്ചിട്ടില്ല. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ഫോൺ എടുത്ത് നോക്ക്. എനിക്ക് നിന്റെ ഡാഡിനെ വിളിക്കേണ്ട ഒരു കാര്യവുമില്ല. താൻ വിളിച്ചോരെന്നൊക്കെ പറഞ്ഞിട്ടാ എൻ്റെ വീട്ടിൽ ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായത്. എനിക്കറിയാം താൻ തന്നെയാ എല്ലാത്തിനും കാരണം. അതുകൊണ്ടാണല്ലോ താൻ കോടതിയിൽ അങ്ങനത്തെ ഒരു മൊഴി കൊടുത്തത്. എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടെന്ന്. അത് സത്യമുള്ള കാര്യമല്ലേടാ. നീ പോലും വിചാരിക്കാത്ത ഒരു വട്ട് നിന്റെ തലയിൽ ഒരു പ്രാന്ത് കേട്ടിട്ടുണ്ടാ. നീ ഒരു വട്ടനാടാ. അനാവശ്യം പറഞ്ഞ ആകാശങ്ങളെ, നിങ്ങളെന്നെക്കാളും മൂത്താന്ന് ഞാൻ നോക്കിയില്ല എന്ന് പറഞ്ഞ. ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. നിനക്ക് നിന്റെ അനിയത്തി ഉണ്ടല്ലോ, സ്വന്തം അനിയത്തി ചിപ്പി, അവളെ മാത്രമേ സ്നേഹിക്കാൻ സാധിക്കുള്ളൂ. വേറെ ആരും നിനക്ക് സ്നേഹിക്കാൻ സാധിക്കില്ല. അതങ്ങനെയാടാ, നീ നോക്കിക്കോ. ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് തന്നെ മനസ്സിലാവും നിന്റെ സ്വഭാവം എന്താണെന്നുള്ളത് എന്നൊക്കെ പറയാണ്. ആദ്യം വല്ലാത്ത വിഷമമാട്ടോ. ആദ്യം ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ്, ഇനി തനിക്ക് അങ്ങനത്തെ മാനസിക പ്രശ്നം ഉണ്ടോ
ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണതല്ലേ നല്ലത്. താൻ കാരണം കുഞ്ഞാവക്കും ആ വീട്ടിലുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കണ്ടല്ലോ എന്ന് ആദ്യം വിചാരിക്കുകയാണ്. രാത്രിയാകുമ്പോഴേക്കും ആദ്യം എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷിത വരുന്നുണ്ട്. മോനെ, നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കണത്? നിനക്ക് എന്താ പറ്റിയത്? ഇഷിതാമ്മേ, ഞാൻ ഇവിടുന്ന് പോയാലോ എന്ന് വിചാരിക്കുകയാണ്. പോകാനോ? നീ എന്തൊക്കെയാ പറയണത്? അല്ല ഇഷിതാമ്മേ, ആകാശങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ഇഷിതാമ്മക്കും ഡാഡിക്കും തോന്നുന്നുണ്ടോ? മോനെ, അങ്ങനെയൊന്നും ഇല്ല. ഇല്ല ഇഷിതാമ്മേ, സത്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനൊന്നും ഇല്ല മോനെ എന്ന് പറയണം. അപ്പോഴേക്കും ഇഷിത എടുത്ത് ആദ്യം പറയണ്ടേ, പക്ഷെ ഇപ്പൊ എല്ലാവരും പറഞ്ഞ് എനിക്ക് തന്നെ തോന്നുന്നു ഇഷിതാമ്മേ, എനിക്ക് എന്തോ പ്രശ്നമുള്ളതായിട്ട്. അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് പോവാ ഇഷിതാമ്മേ എന്ന് പറയാണ്. മോനെ, അതിനു വേണ്ടിയാണോ കഷ്ടപ്പെട്ട് ഞങ്ങൾ കോടതിന്ന് നിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ടുവന്നത്? അതുകൊണ്ട് വേണ്ട മോനെ, നീ അങ്ങനെയൊന്നും വിചാരിക്കല്ലേ മോനെ. ഒരിക്കലും ഞങ്ങൾ നിന്നെ അങ്ങനെ വെറുതെ ഇതാക്കില്ല. നീ ഞങ്ങളുടെ ആദ്യ മോനാണ്. ഒരിക്കലും ഞങ്ങൾക്ക് നിന്നെ ഒഴിവാക്കാൻ പറ്റില്ല. നീ ഇല്ലാതെ ഞങ്ങളുടെ ജീവിതം പൂർത്തിയാവില്ല. എനിക്കും മഹേഷിന്റെ ആദ്യ മോൻ നീ തന്നെയാണ്. എനിക്കും മഹേഷിന് എത്ര കുഞ്ഞുങ്ങളുണ്ടെങ്കിലും നീ തന്നെയാണ് ആദ്യ മോൻ. നീ അതുകൊണ്ട് ഞങ്ങളെ വിട്ട് പോവല്ലേ മോനെ, ഞങ്ങൾക്കത് സഹിക്കാൻ സാധിക്കില്ല എന്നൊക്കെ ഇഷിത പറയണ്ട്. പക്ഷെ ആദിക്ക് തോന്നുവാണ് ആ വീട്ടിൽ നിന്ന് പോകാന്ന്, അതാണ് നല്ലതെന്ന് ആദിക്ക് തോന്നുക കേട്ടോ. അതുകൊണ്ട് തന്നെ ആദി ചിപ്പി എടുത്ത് പറയുന്നുണ്ട്, ചിപ്പി, ഞാൻ ഇവിടുന്ന് പോയാലോ എന്ന് ആലോചിക്കുകയാണ്. പോവാനോ? ആദ്യമായിട്ടിന് എന്തൊക്കെയാ പറയണത്? ആദ്യമായിട്ടിന് ഇവിടുന്ന് പോവാണെങ്കിൽ ഞാനും വരും എന്ന് പറഞ്ഞു. മോളെ ചിപ്പി, നിനക്ക് ഇവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ, പിന്നെ നീ എന്താ? അതിന് ആദ്യമായിട്ടിനും പ്രശ്നമൊന്നുമില്ലല്ലോ. ആദ്യമായിട്ടും തന്നെയല്ലേ മനസ്സിൽ ഓരോന്ന് കരുതി കൂട്ടി ഓരോന്നൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യണത്. അല്ലാതെ ആദ്യമായിട്ടിന് ഒരു പ്രശ്നമില്ല. ആദ്യമായിട്ടാ നമുക്ക് ഇവിടെ സന്തോഷത്തോടെ സുഖത്തോടെ ജീവിക്കുക. ആദ്യമായിട്ടും പോവല്ലേ ആദ്യമായിട്ടാ എന്നൊക്കെ പറയണം. അപ്പോ ചിപ്പി പറയുന്നുണ്ട്, ആദ്യമായിട്ടും പോവാണെങ്കിൽ ഞാനും ആദ്യമായിട്ടിന്റെ കൂടെ വരും എന്നൊക്കെ പറയണം. ഇഷിതക്ക് വിഷമാവാട്ടോ. താൻ കാരണമാണോ തന്റെ മക്കള് പോകുന്നത്? എല്ലാരും പറഞ്ഞ പോലെ തന്നെ എനിക്ക് എന്റെ കുഞ്ഞ് ജനിച്ചപ്പോഴേക്കും അവരോടുള്ള സ്നേഹം കുറഞ്ഞു എനിക്ക് എന്നൊക്കെ ഇഷിതയും വിചാരിച്ച് ഇഷിത പൊട്ടിക്കരയാണ്. അപ്പൊ അവിടേക്ക് പ്രിയാമണി മാഷൊക്കെ വരുന്നുണ്ട്. പ്രിയാമണി മാഷ് ചോദിക്കണ്ടേ, എന്താ മോളെ, എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കണത്? എന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാച്ച എന്ന് ചോദിക്കുകയാണ് ഇഷിത. നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നിന്റെ സ്വഭാവത്തിൽ എന്ത് മാറ്റം ഉണ്ടാവാനാ? ആദ്യത്തെ ചിപ്പെടുത്തും ഞാൻ കാണിക്കുന്ന സ്നേഹം കുറഞ്ഞു പോയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? മോളെ, നീ ഇപ്പൊ ഒരു കുഞ്ഞിന്റെ അമ്മയല്ലേ. അപ്പൊ നിനക്ക് ചിലപ്പോ അവരെ പഴയ പോലെ നോക്കാനോ സ്നേഹിക്കാനോ സമയം കിട്ടിയെന്ന് വരില്ല. കാരണം നിന്റെ കയ്യിലേക്കുള്ള കുഞ്ഞെന്ന് പറയണത് ഇന്നലെ പുറം ലോകം കണ്ടു വളർന്ന ഒരു കുഞ്ഞാണ്. അപ്പൊ ആ കുഞ്ഞിന് അമ്മയുടെ സ്നേഹം ആവശ്യമാണ് ഇപ്പോ. അതുകൊണ്ട് നീ കാണിക്കണല്ലോ ഒരു തെറ്റുമില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തുന്നുണ്ട് ഇഷിതേന. പക്ഷെ ആദ്യം ചിപ്പിയും അവിടെ നിന്ന് പടി ഇറങ്ങണോ വേണ്ടിയോ എന്ന ആലോചനയിലാണ് കേട്ടോ. കാരണം ഇഷിത ഒന്ന് ഓക്കെ ആവുന്നവരെ സ്റ്റേബിൾ ആവുന്ന വരെ അവിടെ നിന്ന് മാറി നിൽക്കാൻ തന്നെയാണ് ആദ്യയുടെ ഉദ്ദേശം. അങ്ങനെ ആദ്യം അവിടെ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിക്കുന്ന സമയത്താന്ന് തോന്നുന്നു ആദ്യക്ക് എന്തോ അപകടം പറ്റുന്നത്. ഈ വീക്കെൻഡ് പ്രൊമോയില് ക്ലൈമാക്സ് പ്രൊമോ എന്ന് കാണിച്ച പ്രൊമോയില് ഇഷിതയും മഹേഷും കൂടി ഹോസ്പിറ്റലിൽ നിന്ന് പൊട്ടിക്കരയുന്നത് കാണിക്കുന്നുണ്ടല്ലോ. അത് കുഞ്ഞാവക്കൊന്നും പറ്റിയിട്ടായിരിക്കില്ല, ആദ്യക്ക് എന്തെങ്കിലും പറ്റിയിട്ടായിരിക്കും. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.